പെട്രോൾ മേടിച്ചുകൊണ്ട് പുള്ളി വെള്ളം അടിച്ചിട്ട് പനവരി പോയി പെട്രോൾ മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കണ്ട ആൾക്കാരുണ്ട്. അപ്പം അതെല്ലാം ഈ മദ്യപാനത്തിൻ്റെ പുറകെ ചെയ്യുന്ന പരിപാടിയാണ്. ഷെഡും പോയി. ഷെഡ് കണ്ടാൽ അറിയാം എത്ര രൂപയുടെ ഷെഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാം. അതെല്ലാം ഉരുകി പോയി. അത് നമ്മൾ നോക്കുമ്പം തീ ഇങ്ങനെ കത്തി നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോഴത്തേന് പിന്നെ ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ചു. അവരൊക്കെ വന്നു, പോലീസുകാർ വന്നു. ഇവിടെ ഇങ്ങനെ തീ കളത്തുന്ന കണ്ടോണ്ടാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ഇങ്ങോട്ട് അടുക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള ചൂടായിരുന്നു. പിന്നെ ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ച് 2 ഫയർഫോഴ്സ് വന്ന് അണച്ചത്, തീയൊക്കെ അണച്ചത് പെട്ടെന്ന്. ഇത്രയും നല്ലൊരു അച്ഛനെ നിങ്ങൾ കണ്ടു കാണത്തേയില്ല. അച്ഛനെങ്കിൽ ഇയാളാണ് അച്ഛൻ. ഈ പിതാവിൻ്റെ പ്രവൃത്തി കൊണ്ട് ജോലിയുണ്ടായത് മകന് മാത്രമല്ല, നാട്ടുകാർക്കും കൊട്ടാരക്കരയിലെ 2 യൂണിറ്റ് ഫയർഫോഴ്സിനും പോലീസിനും വൈദ്യുതി ബോർഡിനുമൊക്കെയാണ്. രാത്രിയിൽ അമ്പലക്കര ഇരുകുന്നം സ്വദേശിയും പൊതുപ്രവർത്തകനുമായ രാജേന്ദ്രന് ഒരു മോഹം. വീടിന് തൊട്ടടുത്ത് തന്നെ മക്കൾ നിർമ്മിച്ച വലിയ ഷെഡിൽ അടുക്കി വെച്ചിരിക്കുന്ന 2 ലക്ഷത്തോളം രൂപ വില വരുന്ന തട്ട് സാധനങ്ങൾ കത്തിക്കണം. പിന്നെ MC റോഡിലെ ഏതോ പമ്പിൽ പോയി പെട്രോളും വാങ്ങി അടിച്ച് പൂക്കുറ്റിയായി തിരികെ എത്തി തടി പെട്രോൾ ഒഴിച്ചങ്ങ് കത്തിച്ചു. ഇതിപ്പം ഇന്നലെ വൈകുന്നേരം ഞാനിവിടെ ഇല്ലായിരുന്നു, സ്ഥലത്ത് ഞാനില്ലായിരുന്നു. ഞാൻ എൻ്റെ മോനെയും കൊണ്ട് സ്കൂളിൽ പോകാൻ ഇന്ന് മുതൽ ക്ലാസ് തുടങ്ങും. അങ്ങനെ ഞാൻ കുണ്ടറ വൈഫിൻ്റെ അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്നിട്ട് രാവിലെ ഞാൻ വരുന്നത്. അപ്പോഴാണ് ഇവിടുന്ന് വിളിച്ചു പറയുന്നത് ഇതുപോലെ കത്തുന്നെന്ന്. ഞാൻ വരുമ്പോഴത്തേക്ക് ഇത് കത്തി കഴിഞ്ഞ്. അച്ഛന് കുറച്ച് നാളെന്ന് പറഞ്ഞാൽ ഒരു 10-20 വർഷമായിട്ടേ മദ്യവെച്ച് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതും വീട്ടിലെ സമാധാനം ഇല്ലാതാക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കുന്നതും പുള്ളിക്ക് സ്ഥിര പരിപാടിയായിരുന്നു. ഞാൻ വീട്ടിലെ കുടുംബക്കാരോടും എല്ലാവരോടും ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരും ഇതിനകത്തൊന്നും ഇടപെടത്തില്ല. അവരവർക്ക് എല്ലാവർക്കും അവരവരുടെ കാര്യമാണ്. പുള്ളിയാണെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയാൽ പിറ്റേന്ന് കടയിലായാലും നാട്ടുകാരെയും നല്ല മുഖമാണ്. അവിടെ എല്ലാം ചെന്ന് ഞാനിവിടെ വീട്ടിലുള്ള സമയത്ത് ഞാനാണ് കാരണക്കാരൻ. ഞാൻ ഇല്ലാത്ത സമയത്തായാൽ പോലും വീട്ടിൽ അമ്മയാണ് കാരണക്കാരി, അല്ലെങ്കിൽ അനിയനാണ്. ഇപ്പോൾ അനിയൻ അത് മേടിച്ചിട്ട് ഒഡീഷയിൽ ജോലിക്ക് പോയി 2 മാസം ആവുന്നു. ഞാൻ ആഫ്രിക്കയിലാണ്. ഇപ്പം എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം മദ്യപാനം ഇതിൻ്റെ മെയിൻ കാരണം. അപ്പോൾ ഇന്നലത്തെ ഇൻറ്റൻഷൻ എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പുള്ളി മദ്യപിച്ചിട്ടും കൂട്ടുകാരുമായിട്ട് പോയി ഇരുന്നും ഓരോന്നിങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ട് പുള്ളി ഓരോ ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴും വിഷയം ഉണ്ടാക്കുന്നത് പുള്ളിയുടെ സ്ഥിര ഏർപ്പാടാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു വർഷം മുമ്പ് ഞാൻ ഇതേപോലെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് എനിക്ക് തീരെ നിവൃത്തിയില്ലാതെ വന്നിട്ട് നമ്മളെ സഹായിക്കാൻ വേറെ ആരുമില്ല. ഇവിടെ പൊതുപ്രവർത്തനത്തിനെല്ലാം പുള്ളി നടക്കുന്നതാണ്. പൊതുപ്രവർത്തകരും വരത്തില്ല. ഇവിടെ വന്നിട്ട് ആൾക്കാരെല്ലാം അവരെ ന്യായീകരിച്ചിട്ട് പോവുക. നമുക്ക് പുറത്തുള്ള ഹോൾഡ് കുറവാണ്. നമ്മൾ വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മൾ നമ്മുടെ ചുറ്റിനും നിൽക്കുന്നവരെ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ കക്ഷി നാട്ടിലെല്ലാം ഇറങ്ങി എന്ത് പഴിയുണ്ടെങ്കിലും എൻ്റെയും അമ്മയുടെയും അനിയൻ്റെയൊക്കെ മേലിൽ വെച്ച് ബന്ധുക്കാരെ വരെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഒരു ശീലമാണ്. നമുക്കത് അറിഞ്ഞൂടാ. അപ്പം ഇന്നലെ ഇത് കത്തിച്ച് കളഞ്ഞത് ഒരു 2-2.5 ലക്ഷം രൂപയുടെ പണിസാധനമല്ല, തട്ടും മുട്ടും അതിനെ വരുന്ന പണിസാധനങ്ങളും ഇന്നലെ നശിപ്പിച്ച്. ഞാൻ ഈ കാണുന്ന സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഫ്രിക്കയിൽ നിൽക്കുമ്പം എൻ്റെ പൈസയും അനിയൻ്റെ പൈസയും കൊടുത്താൽ ഇത് കെട്ടിയത്. ഇപ്പോൾ ഇത് അനിയൻ്റെ പേരിൽ നിൽക്കുന്ന വസ്തുവാണ്. ഇന്നലെ പെട്രോൾ മേടിച്ചുകൊണ്ട് പുള്ളി വെള്ളം അടിച്ചിട്ട് പനവരി പോയി പെട്രോൾ മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കണ്ട ആൾക്കാരുണ്ട്. അപ്പം അതെല്ലാം ഈ മദ്യപാനത്തിൻ്റെ പുറകെ ചെയ്യുന്ന പരിപാടിയാണ്. ഷെഡും പോയി. ഷെഡ് കണ്ടാൽ അറിയാം എത്ര രൂപയുടെ ഷെഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാം. അതെല്ലാം ഉരുകി പോയി. അത് നമ്മൾ നോക്കുമ്പം തീ ഇങ്ങനെ കത്തി നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോഴത്തേന് പിന്നെ ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ചു. അവരൊക്കെ വന്നു, പോലീസുകാർ വന്നു. 2-2.5-3 ലക്ഷം രൂപയുടെ സാധനം ഉണ്ടായിരുന്നു. ഒരുപാട് സമയം എടുത്തത്. ഒരുപാട് സമയം എടുത്താണ് അണയ്ക്കാൻ. എത്ര നാളായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്? ഇത് ഓരോ പണി കൊണ്ടുപോകും വരികയൊക്കെ ചെയ്യും. ഇപ്പം അങ്ങനെ നമുക്ക് 2-3 സൈഡിലെ സംഭവം ഒഴിഞ്ഞു കൊണ്ടുവച്ച സാധനം. വീടുകൾക്ക് തൊട്ടയൽവക്കത്തെ വീട്ടിൽ മറ്റേ വയറും കാര്യങ്ങളൊക്കെ. ഇതൊരു ഇന്നലെ രാത്രി ഒരു 8 മണിയായി കാണും. 8 മണിയായി ഇങ്ങനെ തീ കളത്തുന്ന കണ്ടോണ്ടാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ഇങ്ങോട്ട് അടുക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള ചൂടായിരുന്നു. പിന്നെ ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ച് 2 ഫയർഫോഴ്സ് വന്ന് അണച്ചത്, തീയൊക്കെ അണച്ചത് പെട്ടെന്ന് കത്തുമായിരുന്നു. നിറച്ച് സാധനം ഒഴിക്കുമായിരുന്നു, ഫുള്ളായിരുന്നു. തട്ടിൻ മുട്ടിൻ്റെ എല്ലാ സാധനം, പലകയും മുളയും കാറ്റാടിക്കഴി അതും ഇതെല്ലാം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആളി കത്തി. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഇതായി പോയി. ഫയർഫോഴ്സ് ഒരു വണ്ടി വന്നെങ്കിൽ വെള്ളം തീർന്നെങ്കിൽ പോലും അണഞ്ഞില്ല തീ. ഇപ്പോഴും താണ്ട തീ കിടക്കുവാണ്. 2 വണ്ടി വന്ന് അണഞ്ഞിട്ടില്ല. കുറേ സമയം എടുത്തു.